guys, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ ഒരു ഫ്യൂ ഡേയ്സ് ബാക്ക് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കുറേ ബർത്ത്ഡേ വിഷസ് കിട്ടി. അവരുടെയൊക്കെ ബിഗ് താങ്ക് യു ഗൈസ് മെയ്ഡ് മൈ ഡേ. ആൻഡ് അപ്പോൾ ഞാൻ ഫ്യൂ ഡേയ്സ് എഗെയിൻ ബാക്ക് ഞാൻ അർജുൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു. പുള്ളീൻ്റെ ബർത്ത്ഡേക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടുന്നത്. ഹീസ് അൺബോക്സിങ് ദാറ്റ് തിങ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഐ എം ഡൂയിങ് ദാറ്റ്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അങ്ങനെ കുറേ ഗിഫ്റ്റൊന്നും കിട്ടിയില്ലായിരുന്നു, കുറച്ച് ഗിഫ്റ്റസൊക്കെ കിട്ടി. അപ്പോൾ അത് ആക്ച്വലി ആ ഗിഫ്റ്റസൊക്കെ കിട്ടിയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ബിഗ് താങ്ക് യു ടു എവ്രി വൺ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുപോലെ ഒരു അൺബോക്സിങ് വീഡിയോ. ബട്ട് ഇതൊരു അൺബോക്സിങ് വീഡിയോ അല്ല. ഓൾറെഡി എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാൻ എല്ലാ ഗിഫ്റ്റ്സുകളൊക്കെ ഞാൻ ഓൾറെഡി അൺബോക്സ്ഡ് ആണ്. അപ്പോൾ ഇതൊരു അൺബോക്സിങ് വീഡിയോ അല്ല, ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒരു ഇതായിട്ട് കാണിക്കും. അപ്പോൾ അതാണ് ഈ വീഡിയോ. സോ നമുക്ക് ലെറ്റ്സ് സ്റ്റാർട്ട്. ഗിഫ്റ്റ് എല്ലാം എനിക്ക് ഫേവറേറ്റ് ആണ്. അപ്പോൾ എനിക്ക് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ഐ ഡോണ്ട് നോ. എനിക്കെല്ലാം ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഏറ്റവും ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റ് കിട്ടി. അയ്യോ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് ആ ഗിഫ്റ്റ്. ക്യൂട്ട് പാണ്ട. കാർട്ടൂൺ നെറ്റ്വർക്കിൽ ഒരു പാണ്ടേൻ്റെ ഞാനത് കണ്ടിട്ടില്ല, പക്ഷേ അതിലേ ഉള്ള ഒരാളാണിത്. ക്യൂട്ടാണ്. നോക്കൂ, കുടിയൊക്കെ ഉണ്ട്. അതാണ് ഓക്കെ. ഇതാണ് ആൾ. ഞാൻ മിനിസോൻ്റെ പ്രൊഡക്ട്സിൻ്റെ വളരെ വലിയൊരു ആരാധികയാണ്. അവിടെ ക്യൂട്ടായിട്ടുള്ള എല്ലാം ക്യൂട്ടാണ് മിനിസോയിൽ. സോ ദിസ് വൺ ഈസ് ഫോർ മിനിസോ. അതെനിക്ക് മനസ്സിലാക്കിയതിൻ്റെ ടാഗിനാണ് കേട്ടോ. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഞാനിത് ആരാ തന്നെ അങ്ങനെയൊന്നും പറയുന്നില്ല. സോ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഗിഫ്റ്റാണ്. നമുക്ക് അടുത്തത് ഞാൻ ഏത് കാണിക്കും എനിക്ക്. ഓക്കെ ഫൈൻ. ഇതൊരു വാച്ചാണ്. കുറച്ചധികം പാടുണ്ട് തുറക്കുന്നത്. വാച്ച്. ഞാൻ ഇങ്ങനത്തെ വാച്ച് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്കിത് ഇപ്പോൾ തന്നെ കിട്ടാം. എനിക്കിഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ വായിക്കുന്ന ഒരാളാണ്. വായന ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് രണ്ട് ബുക്സൊക്കെ കറൻ്റ്ലി ട്രെൻഡിങ് ആണ്, അതാന്ന് തോന്നുന്നു. ഫസ്റ്റ് വൺ ഈസ് പ്രേമനഗരം. ഞാനിത് ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. എനിക്കൊരു ബുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ കുറേ നാൾ വെച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇതാകെ ഒരു 152 ഒരു 200 പേജൊക്കെ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തീരും. അപ്പോൾ ഞാൻ കിട്ടിയ അപ്പം തന്നെ ബുക്ക് വായിച്ചു കഴിഞ്ഞു. പ്രേമനഗരം ബിനീഷ് പുതുപ്പണം എന്ന് പറഞ്ഞ ഒരാളുടെ ബുക്കാണ്. അത് കുഴപ്പമില്ല, എനിക്ക് അത്ര ഇഷ്ടമായില്ല. എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. ദെൻ നിന്ന വിജയൻ്റെ ബുക്ക്. ഓക്കെ, ഈ ബുക്കിനെ പറ്റി മാത്രമായിട്ടൊരു റിവ്യൂ ആണെങ്കിൽ ഞാൻ പറയാം. ഈ ബുക്ക് വളരെ അടിപൊളി ബുക്കാണ്. എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഇതിലിപ്പോൾ ഓക്കെ, ഞാനിതിൻ്റെ കണ്ടൻറ്റ് പറയുന്നില്ല. നിങ്ങൾ എന്തായാലും ഈ ബുക്ക് വാങ്ങി വായിക്കണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഇതൊരു അടിപൊളി ബുക്കാണ്. ഓക്കെ, ഈ രണ്ട് ബുക്കുകൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് കുറച്ചധികം പ്രിയപ്പെട്ട ആൾക്കാരാണ്. ബിക്കോസ് ഐ എം എ ബുക്ക് മോം. ദെൻ ഓക്കെ, പിന്നെ ഞാനൊരു മേക്കപ്പ് എന്തൂസിയാസ്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്കിഷ്ടമാണ് ട്രൈ ചെയ്യാനായിട്ട്. മേ ബി അതുകൊണ്ടായിരിക്കണം. മാൾസ്. ഇതൊരു ഐഷാഡോ പാലറ്റാണ്. ഐഷാഡോ പാലറ്റ് മാത്രമല്ല, ഇതിനകത്ത് ബ്ലഷ് ഇൻക്ലൂഡഡ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഭയങ്കര അസ്തെറ്റിക് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട്. ഇതിപ്പോൾ ഞാൻ പോയിച്ചപ്പോൾ കൂട്ടി ഞാൻ തുറക്കാം. ഓക്കെ, ഇവിടെ ഓക്കെ, ഇതാണ് സംഭവം. മാൾസ്. നല്ല കളേഴ്സാണ് എല്ലാവരും. ഇതാണ് എൻ്റെ വേറൊരു ഗിഫ്റ്റ്. പിന്നെ എനിക്ക് കിട്ടിയത് ഒരു പെർഫ്യൂമാണ്. ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് പെർഫ്യൂംസ്, ബട്ട് ഇത് മിനിസോന്നാണ് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഞാൻ പിന്നെ കണ്ടിട്ടുള്ളത് സ്റ്റുഡിയോയിൽ കണ്ടിട്ടുണ്ട്, ബെസ്റ്റ് സൈഡിൽ കണ്ടിട്ടുണ്ട്.
ഒരു ഫ്ലോറൽ ആയിട്ടുള്ള സ്മെല്ലാണ്. ഫെയറി ഗാർഡൻ എന്നാണ് ഇതിൻ്റെ പേര്. കൊള്ളാം. ഒരു മൈൽഡായിട്ട് ഈ പെർഫ്യൂമിൻ്റെ ആണെങ്കിൽ ഇത് മൈൽഡായിട്ടുള്ള സ്മെല്ലാണ്. അതായത് ഇങ്ങനെ ഓവറായിട്ട് സ്മെല്ലില്ല. ഇതൊരു മൈൽഡ് ഫ്ലേവറാണ്. മൈൽഡ് ഫ്ലേവർ എനിക്കിഷ്ടമാണ്. കാരണം എനിക്ക് ഓവറായിട്ട് സ്മെല്ലിങ്ങനെ എന്നാൽ തലവേദന എടുക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതെനിക്കിഷ്ടമായി. പിന്നെ ഇത് നോക്കൂ, ഇത് വളരെയധികം ക്യൂട്ടായിട്ടുള്ള ഇതെന്താ സെറ്റ് എന്ന്. ഇതൊരു ബ്രഷാണ്. ഐ മീൻ ഇത് ഫൗണ്ടേഷൻ ബ്രഷാണ്. ഇത് കൈ ഷാഡോ, ഇത് ഐബ്രോ ഇതിനെ കമ്പൈൻ ചെയ്ത് എന്ത് പറയുന്നത് എനിക്കറിയാൻ പാടില്ല. ബ്രഷ് സെറ്റാണ്. താങ്ക് യു. ക്യൂട്ടായിട്ടുള്ള ഇടക്കുന്നുണ്ട്. പിന്നെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് കമ്മലുകൾ കൊണ്ടുവന്നു. ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയാണ്. ഇനി ഇതൊരു ലിപ് ബാമാണ്. ഇതും ക്യൂട്ടാണ്. എല്ലാം ക്യൂട്ടാണ്. നല്ല ലിപ് ബാം. ഷിയ ബട്ടർ വൈറ്റമിൻ നല്ലതാന്ന് തോന്നുന്നു. ട്രൈ ചെയ്ത് നോക്കാം. ദെൻ ഇതൊരു ഹെയർ ആക്സസറിയാണ്. പക്ഷേ ഇത് വെക്കാനായിട്ടുള്ള മുടി, അത്രയും മുടി എനിക്കില്ല. അതുകൊണ്ട് കുറേ മുടിയുള്ള ആൾക്കാർക്ക് പറ്റുന്ന സാധനമാണ്. അയ്യോ വരണില്ലല്ലോ. അയ്യോ ഓക്കെ, ഇതാണ് ആ സാധനം. പക്ഷെ ഇത് എസ്തെറ്റിക് കളറാണ്. എവിടെയെങ്കിലുമൊക്കെ കുട്ടികൾക്ക് തലയിൽ. ഓക്കെ, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് യൂട്യൂബ് വീഡിയോസ് സബ്സ്ക്രൈബർ ആണെങ്കിൽ അറിയാൻ പറ്റും. ക്രാഫ്റ്റാണ് എൻ്റെ മെയിൻ. ഇത് ക്രാഫ്റ്റ് ബുക്കിൻ്റെ സാധനങ്ങളാണ്. ഐ എം സോ എക്സൈറ്റഡ് ഫോർ ദിസ് വൺ. ഇത് ആക്ച്വലി ഇതിനെന്താ പറയുക, ഇതൊരു ഗിഫ്റ്റ് സെറ്റാന്ന് എഴുതിയേക്കണം. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നോക്കൂ. ഇത് ഇങ്ങനത്തെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ നമ്മൾ അയ്യോട് കാണിക്കും. ഓക്കെ, ഇതിൽ കുറേ കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, ഇതൊരു ഡയറിയാണ്. ഐ മീൻ നോട്ട് ബുക്ക്. കൊറിയനായി എഴുതിയിരിക്കുന്നു. ഓക്കെ, ഒരു ബുക്കുണ്ട്, 2 വാഷി ടേപ്പ് ഉണ്ട്, എസ്തെറ്റിക് ആയിട്ടുള്ള. പിന്നെ മെമ്മോ പാഡ്സ് കുറേ ഉണ്ട്. ഇത് കുറേ അധികം. ദെൻ 2 പോസ്റ്റ് കാർഡ്. അങ്ങനെയാണ് ഇതിനെ പറയുന്നത്, വിശ്വസിക്കുന്നു. ദെൻ കുറച്ച് സ്റ്റിക്കേഴ്സ്. പിന്നെ അതേപോലത്തെ എന്ത് സാധനങ്ങൾ. ഈ സ്ക്രാപ്പ് ബുക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. പിന്നെ സ്റ്റിക്കേഴ്സ്, അങ്ങനത്തെ കുറച്ച് കുഞ്ഞു സാധനങ്ങൾ. ഹോട്ട്സൊക്കെ ഉണ്ട്. ദെൻ വേറെ കുറച്ച് സാധനങ്ങൾ. ഇതെല്ലാം സ്ക്രാപ്പ് ബുക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയുമുണ്ട്. അതൊരു സെറ്റായിരുന്നു. ഇത് വളരെ ഒരു തോട്ട്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റാണ് ഞാൻ കരുതുന്നത്. സമ്മൺ ടു ആർട്സ്, ക്രാഫ്റ്റ്. ഇത് വാച്ച് കൊള്ളാമല്ലോ. എനിക്കിഷ്ടമായി, വളരെയധികം ഇഷ്ടമായി. ദെൻ ഇനി ഉണ്ടാവുന്നത് ഓക്കെ, ഇനി ഇതെന്താ, ഇതൊരു വൈറ്റമിൻ സി എസെൻഷ്യൽ ഫേസ് മാസ്ക് ആണ്. ഫേസ് മാസ്ക് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ സ്കിൻ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സ്കിന്നാണ്. ട്രൈ ചെയ്ത് നോക്കണം. നോട്ട് പാഡ്സ്, ഇതെനിക്ക് വളരെയധികം ഇഷ്ടമുള്ള കാര്യം. എനിക്കിഷ്ടമുള്ള ബുക്കുകളിലൊക്കെ ഇങ്ങനെ നോട്ട് പാഡ്സിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാം. ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റ് കണ്ട് ഞാൻ കുറച്ചധികം ചിരിച്ചു. കാരണം ഞാനൊരു ബിറ്റ് 30s ആയ പോലെയാണ് എൻ്റെ മൈൻഡിൽ പോകും. കാരണം എനിക്ക് ഫ്രഷ്നർ, ബാസ്ക്കറ്റ്, ബാത്ത് ടവൽസ്, കിച്ചൺ ഐറ്റംസ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം തോന്നുന്നുണ്ട്. കുറച്ച് നാളായിട്ട് അങ്ങനെ തോന്നുന്നു.
അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ മിഡ് 30s ഏജ് ആയിട്ടില്ലെങ്കിലും ഞാൻ മനസ്സുകൊണ്ട് മിഡ് 30s ആയിരുന്നു. നോക്കൂ ഈ പാത്രം, ഇതെനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഇതൊരു മേക്കപ്പ് അല്ലെങ്കിൽ ഇതെന്തും വേണമെങ്കിലും യൂസ് ചെയ്യാൻ, ഇതൊരു സ്റ്റോറേജാണ്. പക്ഷേ ഈ ഗിഫ്റ്റ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് വളരെയധികം സന്തോഷം കിട്ടി. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കാണുമ്പോൾ വളരെയധികം മനസ്സിന് സന്തോഷം കിട്ടുന്ന വ്യക്തിയായി ഞാൻ മാറിയിരിക്കുകയാണ്. ഞാൻ പോലും അറിയാണ്ട് പ്രായമായി. ഓക്കെ, ഇത് കൊള്ളാം, ഇത് അടിപൊളിയാണ്, ഇത് ഇഷ്ടം, ക്യൂട്ട്. പിന്നെ എന്താണ്? ഓക്കെ, പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സ് ഇതൊന്ന് നല്ല ഡിസൈൻ ആണ് എൻ്റെ ഫേവറേറ്റ്. ഇതെനിക്ക് വളരെ വളരെ വളരെയധികം ഇഷ്ടമാണ്. കാരണം നമുക്ക് ബ്യൂട്ടിഫുൾ സീഷൽസ് ഒക്കെ ഉണ്ട് കാണാൻ. ഓക്കെ, അത് ഷെല്ലെന്നാണെന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫുള്ള് ബീച്ച്. നല്ല ഭംഗിയാണ്, എനിക്കിഷ്ടമായി. പക്ഷേ ഈ കുട്ടിക്ക് ഇത് ഹാഫ് ഉള്ളൂ, എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ഫുള്ളാണ്. ഞാൻ ട്രൈ ചെയ്തു, ഓർഡർ ചെയ്യാറുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ദിസ് വെരി ബ്യൂട്ടിഫുൾ. ഐ എം സോ ഹാപ്പി. കൊള്ളാം, ഇത് വളരെയധികം നന്നായിട്ട് എനിക്ക് തോന്നി. അതിൻ്റെ ബാക്കിയാണ് എൻ്റെ ഗിഫ്റ്റ്. എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി, എനിക്കെല്ലാം ഇഷ്ടമായി. എല്ലാം തോട്ട്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റായിരുന്നു എനിക്ക് റിസീവ് ചെയ്തത്. ഐ എം സോ ഹാപ്പി. അതായത് ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കിട്ടുക അതൊരു വലിയ കാര്യമായിട്ട് കാണുന്ന വ്യക്തിയാണ്. ഇപ്പോൾ നമ്മൾക്കറിയാത്ത ആൾക്കാരുകൾ പോലും നമ്മൾ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തു. അതൊക്കെ വളരെയധികം എനിക്ക് ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ പ്രത്യേകം നോട്ടീസ് ചെയ്ത് വെക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്താണെന്നറിയാൻ പാടില്ല, എനിക്ക് അവരൊരു സ്പെഷ്യലായിരിക്കും എനിക്ക് എപ്പോഴും. ഞാൻ അവരെപ്പോഴും അവർക്കൊരു പ്രത്യേക പരിഗണന, എനിക്കറിയാൻ പാടില്ല. എനിക്ക് അങ്ങനെയുള്ളവരെ ഞാൻ നോട്ടീസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ കുറേ പേര് എനിക്കറിയാത്ത ആൾക്കാരൊക്കെ വിഷ് ചെയ്തു. And I'm very happy for that, and I am grateful for all those gifts I received. And അതൊരു നല്ല ബർത്ത്ഡേ ആയിരുന്നു. യെസ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ അത്രേ ഉള്ളൂ. ഹോപ്പ് യു ഗൈസ് ലൈക്ക് മൈ വീഡിയോ. മേ ബി ബോറിംഗ് ആയിട്ട് തോന്നിയിരിക്കാം. ഐ ആം ഷെയറിങ് എൻ്റെ ചെറിയൊരു ഹാപ്പിനെസ്. ദാറ്റ്സ് ഓൾ. അങ്ങനെയാണ് ഞാനിതിനെ കാണാൻ ശ്രമിക്കുന്നത്. ബൈ.